പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് എത്തി നിൽക്കുന്നത് വയനാട് ജില്ലയിൽ മാനന്തവാടിയിൽ നിന്നും 6 കിലോമീറ്റർ മാറി കെല്ലൂരിനടുത്ത് സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധമായ കാട്ടിച്ചിറക്കൽ മക്കാമിലാണ്. മഹാനായ സയ്യിദ് അഹമ്മദ് ജലാലുദ്ദീൻ അൽ ബുഖാരി റളിയല്ലാഹു അൻഹു ആണ് ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്നത്. ഏകാന്ത ഇബാദത്തുകൾക്ക് വേണ്ടിയും ഇസ്ലാമിക പ്രബോധനങ്ങൾക്ക് വേണ്ടിയും ഔലിയാക്കൾ ജനങ്ങളുടെ ഇടപഴകലുകൾ ഇല്ലാത്ത കാടുകളിലും മറ്റും കഴിഞ്ഞുകൂടൽ പതിവുള്ളതായിരുന്നു. ഇത്തരത്തിൽ പ്രബോധനത്തിനും ഏകാന്തവാസത്തിനും വന്ന് വഫാത്തായ ഒരുപാട് ഔലിയാക്കളുടെ മക്ബറകൾ വയനാടിന്റെ പല ഭാഗങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. അത്തരത്തിലുള്ള വയനാട്ടിലെ ഏറ്റവും പഴക്കം ചെന്ന മക്കാമുകളിൽ പെട്ട ഒന്നാണ് കാട്ടിച്ചിറക്കൽ മക്കാം. ജാതി മത ഭേദമന്യേ നിരവധി ആളുകൾ രോഗശമനങ്ങൾക്കും ആവശ്യപൂർത്തീകരണത്തിനും മറ്റുമായി ആശ്രയിക്കുന്ന ഒരു ഇടം കൂടിയാണിത്. വർഷങ്ങൾക്ക് മുമ്പ് ഘോരവനമായിരുന്ന ഈ പ്രദേശത്താണ് മഹാനായ സയ്യിദ് അഹമ്മദ് ജലാലുദ്ദീൻ അൽ ബുഖാരി തങ്ങൾ ഇബാദത്തിലായി കഴിഞ്ഞുകൂടിയത്. വർഷങ്ങൾക്ക് മുമ്പ് വരെ മഹാന്റെ നേർച്ച സമയത്ത് കാട്ടിൽ നിന്നും കാട്ടുപോത്തുകൾ അഥവാ കാട്ടികൾ ഇറങ്ങി വരികയും അവയെ അറുത്തായിരുന്നു ഭക്ഷണ വിതരണം നടത്തിയിരുന്നത് എന്ന് പറയപ്പെടുന്നു. പിന്നീട് ഈ പ്രദേശത്ത് ജനങ്ങൾ അധികരിക്കുകയും വനപ്രദേശങ്ങൾ പൂർണ്ണമായും അപ്രത്യക്ഷമാവുകയും ചെയ്തതോടെ ഈ ഒരു രീതി അസ്തമിച്ചു പോവുകയാണ് ഉണ്ടായത്. ഈ മക്കാമിന്റെ സമീപത്തായി തന്നെ ഒരു ചിറ, അതായത് ഒരു കുളമുണ്ട്. ഈ കുളം മഹാന്റെ ജീവിതകാലത്ത് തന്നെ ഉള്ളതാണെന്ന് പറയുന്നവരുമുണ്ട്. ഈ ഒരു കുളത്തിന് സമീപത്തായിരുന്നത്രേ അക്കാലങ്ങളിൽ കാട്ടികൾ വന്നിരുന്നത്. കാട്ടുപോത്തുകൾ വന്നിരുന്ന ഈ ഒരു ചിറയാണ് പിന്നീട് കാട്ടിച്ചിറ എന്ന് ഈ സ്ഥലത്തിന് പേര് വരാൻ കാരണം. ഈ കുളത്തിൽ നിന്ന് വെള്ളം കുടിക്കുന്നത് വഴിയും വെള്ളം കൊണ്ട് കുളിക്കുന്നത് വഴിയും രോഗശമനം ലഭിച്ചവർ അനവധിയാണ്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ ഇവിടെ ഒരു ഖബർ ഉള്ളത് നാട്ടുകാർ ശ്രദ്ധിച്ചിരുന്നു. എന്നാൽ ഒരു സുപ്രഭാതത്തിൽ ഈ ഖബറിന് നീളം കൂടിക്കൊണ്ടിരിക്കുകയും സമീപത്തുള്ള റോഡിന് സമീപം വരെ ഏകദേശം 9 മുഴത്തോളം ഖബറിന് നീളമാവുകയും ചെയ്തു. അങ്ങനെയിരിക്കെ വാരാമ്പറ്റയുള്ള സയ്യിദ് ദില്ലിക്കോയ തങ്ങൾ ഇവിടേക്ക് വരികയും ഖബറിലുള്ള മഹാനോട് ഇങ്ങനെ പോയാൽ സമീപമുള്ള വഴി അടഞ്ഞു പോകുമെന്ന് പറയുകയും ചെയ്തു. ഈ സംഭവത്തോടുകൂടി ഖബർ നീളം കൂടുന്നത് അവസാനിക്കുകയും ചെയ്തു എന്ന് പറയപ്പെടുന്നു. ഒരിക്കൽ പാനൂരിലുള്ള SM പൂക്കോയ തങ്ങൾ സ്വപ്നത്തിൽ ഇവിടെയുള്ള മഹാനെ ദർശിക്കുകയും തന്റെ പേര് സയ്യിദ് അഹമ്മദ് ജലാലുദ്ദീൻ അൽ ബുഖാരി എന്നാണെന്നും അറിയിച്ചു കൊടുക്കുകയും ചെയ്തു. ഈ സംഭവത്തിന് ശേഷമാണ് മഹാന്റെ പേര് സയ്യിദ് അഹമ്മദ് ജലാലുദ്ദീൻ അൽ ബുഖാരി എന്നാണെന്ന് മനസ്സിലായത്. ധാരാളം ആളുകൾ ഇവിടെയുള്ള ചിറയിൽ നിന്ന് കുളിക്കാൻ നേർച്ചയാക്കാറുണ്ട്. അത്തരത്തിൽ നേർച്ചയാക്കുന്ന സ്ത്രീകൾക്കും പുരുഷന്മാർക്കും കുളിക്കാനുള്ള സൗകര്യം ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അള്ളാഹു ഇവിടെയുള്ള മഹാന്റെ ഹഖ് ജാഹ് ബറക്കത്ത് കൊണ്ട് നമ്മുടെ കാര്യങ്ങൾ എളുപ്പമാക്കി തരുമാറാകട്ടെ. രോഗങ്ങൾ അള്ളാഹു തആല ശിഫയാക്കി തരുമാറാകട്ടെ. ഇത്തരത്തിലുള്ള വീഡിയോകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.